ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ആണെങ്കിൽ ചേട്ടായിക്ക് പോകണമായിരുന്നു കേട്ടോ, ലീവില്ല. അപ്പോൾ അടുപ്പയിൽ ചായ കുടിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ അടുപ്പയിൽ കപ്പയാണ്. അപ്പോൾ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഞാൻ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തൂത്ത് വാരാനുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാപ്പി എല്ലായിടും ഇങ്ങനെ എപ്പോഴും നിർത്തിയിടും കേട്ടോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ അടിച്ചു വാരാനേ സമയം കാണത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ തൂത്ത് വരുമായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റ് മിക്കപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ചിട്ട് എല്ലാം പണിയും തീർത്തിട്ട് ഞാൻ പിന്നെ വെറുതെ കിടക്കും. പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ, പിന്നെ വലിയ റീൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഓരോ ദിവസം അങ്ങനെ തന്നെയാണ്. പിന്നെ ജോലിക്കൊന്നും പോകുന്നില്ലാത്തതുകൊണ്ട് എല്ലാം പതുക്കെ ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് പിന്നെ ഇതിപ്പോൾ അടിച്ചു തരുന്നത് കുറച്ച് നേരത്തേക്കുള്ളൂ കേട്ടോ. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും അവളിവിടെ വീട്ടിലിരിക്കുന്ന ദിവസം ഭയങ്കര അലമ്പാണ്. അകം തൂത്തുവാരിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ മുറ്റമടിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ നമ്മുടെ ചൂല് പുറകിലാണ് വെച്ചേക്കുന്നത്. ചൂലെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഞാൻ മുറ്റമടിക്കാൻ ഇറങ്ങുന്ന സമയം നോക്കി ഞാൻ എപ്പോൾ മുറ്റത്തിറങ്ങിയാലും പൊന്ന് ചാടി കൂടി ഇറങ്ങും. അപ്പോൾ അവളും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും തുണി അലക്കാനുണ്ടായിരുന്നു. തുണി അലക്കാൻ ഇറങ്ങി. അപ്പോൾ എന്നും കൊണ്ടിട്ട് തുണി അലക്കാൻ ചേട്ടായുടെ യൂണിഫോം കാണും, എൻ്റെ കാണും, കൊച്ചിൻ്റെ കാണും. അങ്ങനെ എന്നും നല്ലൊരു വിധം തുണി അലക്കാനുണ്ട് കേട്ടോ. എന്നും അലക്കിയില്ലെങ്കിൽ ഭയങ്കര പാടാകാനും, പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഉണങ്ങാനും ഒക്കെ പാടാണ്. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് വെയിലായതുകൊണ്ട് വെയിലത്ത് തന്നെ വിരിച്ചിടുകയാണ്. റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ വീട്. അപ്പോൾ അതിലൂടെ ഒരു അമ്മ നടന്നു പോയപ്പോൾ കടയിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. അപ്പോൾ പാവം തോന്നി, അത് കടയിലൊക്കെ പോകാമെന്ന് പറഞ്ഞപ്പോൾ. നല്ല പ്രായം ചെന്നൊരു അമ്മയാട്ടോ. പിന്നെ ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുത്തത് കുളിയാണ്. കൊച്ചിനെയും കുളിപ്പിച്ച് ഞാനും കൂടെ കുളിക്കും. അപ്പോൾ കുഞ്ഞാപ്പിനെ ഞാൻ ആദ്യം കുളിപ്പിച്ചായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കപ്പ വേവിച്ച് കേട്ടോ. പക്ഷെ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ള സാധനങ്ങൾ ചിക്കൻ വേവിച്ചുകൊണ്ട് വരുന്നേ ഉള്ളൂ. ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരടുപ്പേ ഞാൻ സവോള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വറുത്തിട്ട് കറി വെക്കുന്ന ആട്ടോ ഇഷ്ടം. അപ്പം ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഇട്ടിട്ടുണ്ട്. മുളകെല്ലാം പുരട്ടി മസാലകളെല്ലാം ഇച്ചിരിച്ചേ പുരട്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ഇനി മസാല ചേർക്കും കേട്ടോ. നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഞാനെല്ലാം കൂടെ സെറ്റാക്കി ചാറിച്ചിട്ട് വറ്റാനുണ്ട്, അതിന് വേണ്ടിയിട്ട് വെക്കുവാണ്.